അപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ ഉള്ളൊരു മാസ്മരികത കണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ത്രികോണത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൃത്തം വരെ എത്തുന്ന ട്രയാങ്കിൾ ടു സർക്കിൾ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. നമ്മളൊരു പോയിന്റ് മുതൽ പറഞ്ഞ് ലൈന് പറഞ്ഞ് ആംഗിൾ പറഞ്ഞ് ട്രയാങ്കിൾ പറഞ്ഞ് അതിലൂടെ അങ്ങോട്ട് ജന്മം കൊണ്ട് പോയിന്റിൽ ജനിച്ച് സർക്കിളിൽ അവസാനിക്കുന്ന ഒരു മഹാവിസ്മയം അത് നമ്മൾ ഈ കണ്ണാടിൻ്റെ അകത്ത് കണ്ടു. ശരിക്കും ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകണം ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ടത് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് എന്താണ്. ഏരിയയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ഏരിയ. അപ്പോൾ ഒരു സ്ഥലത്ത് എത്രത്തോളം സ്ക്വയറുകളുണ്ട്, ആ സ്ക്വയറിൻ്റെ സൈസ് നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടാണ്. അതൊരിപ്പം ഒരു വലിയ എന്താ പറയുക നമ്മുടെ രാജ്യമൊന്നായിട്ട് അളക്കണമെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്ററാണ് നമ്മൾ സാധാരണ എടുക്കുക. 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുള്ള ഒരു സ്ക്വയർ മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ എത്ര സ്ക്വയേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് സാധാരണ ഒരു വലിയ നാടൊക്കെയാണ് ഈ ചെയ്യുക. ചെറിയ നമ്മളൊരു പ്രതലം ഇതുപോലത്തെ ഒരു സ്ഥലമൊക്കെ അളക്കേണ്ട ആവശ്യമാണെങ്കിൽ ഇതിന് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് നോക്കുക, എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രതലത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രതലത്തിൽ എത്ര ഏരിയ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇതിൽ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ കണ്ടില്ലാണ്. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള സ്ക്വയറുകൾ എത്ര ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും സമചതുരങ്ങൾ എത്ര ഉണ്ട്, സ്ക്വയർ എന്നാൽ സമചതുരം എന്നാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ എത്ര ഉണ്ട് നോക്കാൻ നമുക്ക് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തൊക്കെ നമ്മൾ കാണുന്നത് സാധാരണ നീളം ഇൻറ്റു വീതി. എന്തായി നീളം ഇൻറ്റു വീതി എന്ന് പറയുമ്പോൾ എവിടുന്ന് കിട്ടിയാണ് നീളം ഇൻറ്റു വീതി? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് LB, ഏരിയ ആയിക്കോട്ടെ L/B, ½ ട്രയാങ്കിൾ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ പഠിച്ച് പരിചയമുണ്ട്. ഞാനിത് ഇതിലേക്ക് വരാം. അപ്പോൾ ഇതൊരു പ്രത്യേക ഏരിയയാണ്. ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് സ്ക്വയേഴ്സ് ഉണ്ട്. ഇവിടെ 1 2 3 4 5 6 ഇവിടെ 6 എണ്ണം, 1 2 3 4 5 6 7 8 ഇവിടെ 8 എണ്ണമാണ്. 6ഉം 8ഉം 6ഉം 8ഉമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 6ഉം 8ലും ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിലെത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് എണ്ണയൊക്കെ വേണ്ടത്. ഈ 6 എണ്ണം 8 ലൈൻസ് ആയിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ 6 ഇൻറ്റു അതിനുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ച് 6 8 48, 6 × 8 48 നമ്മളറിയാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 48 യൂണിറ്റ് സ്ക്വയർ ആണ്. ഇത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, ഇത് മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ. എന്താണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏതെങ്കിലും ഒരു അളവാണെങ്കിൽ യൂണിറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മതി. സ്ക്വയർ യൂണിറ്റ് എന്ന് പറയും കറക്റ്റായിട്ട്. ചതുരശ്ര സെൻറ്റിമീറ്റർ, ചതുരശ്ര മീറ്റർ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയില്ല, അതിന് പ്രയോഗം ഉണ്ടോ. അപ്പോൾ ഇതിൽ സമചതുരങ്ങളുടെ എണ്ണമാണ് നമ്മൾ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈനിൽ 8 എണ്ണം ഉണ്ടെങ്കിൽ അത് 6 അട്ടികളായിട്ടുള്ളത് കൊണ്ടാണ് 6 × 8 എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വേറെ ചില വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. അതേക്കുറിച്ച് വരുന്നതിന് ഒരു കാര്യം കൂടി കാണിച്ചു തരാൻ. ഇതുണ്ടല്ലോ ഒരു പെട്ടി, ഒരു ക്യൂബാണ്. ഈ ക്യൂബിൽ ചെറിയ സെൻറ്റിമീറ്റർ കറക്റ്റാക്കി ഉണ്ടാക്കിയൊരു ക്യൂബാണ്, സമചതുര കട്ടയാണ് ശരിക്കും. ഇത് എന്നാൽ കറക്റ്റ് എന്താ പറയുക ലിറ്ററുമായിട്ട് കണക്ഷനുള്ള ഒരു പെട്ടിയാണിത്. എന്താ ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ, 1000 സമചതുര കട്ടകൾ, 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള 1000 കുഞ്ഞി സമചതുര കട്ടകൾ അടുക്കി വെച്ചാൽ കിട്ടുന്ന ആ അളവിനെയാണ്, അത് ലിക്വിഡ് ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന അളവിനെയാണ് നമ്മൾ ലിറ്റർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്ന ആശയത്തിലേക്ക് വരണം. ഇവിടെ നോക്കണേ, ഇത് നീളം 1 2 3 4 5 6 7 8 9 10, ഇങ്ങോട്ടും 10. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഫേസിൻ്റെ മുഖത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. എന്നാൽ 10 × 10 100 ആണ്. 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സംഗതി. അപ്പോൾ ഇതൊന്ന് 100 സെൻറ്റിമീറ്റർ. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ 100 + 100 + 100 + ടോട്ടൽ ഇങ്ങനെ ആഡ് ചെയ്താൽ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ എത്ര സമചതുരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 600 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതിൻ്റെ ടോട്ടൽ ഏരിയ ഒക്കെ കിട്ടും. ഞാൻ മറ്റൊരു കൗതുകത്തിലേക്ക് കിടക്കാൻ പോകണം. എന്താ വെച്ചാൽ ഇതിപ്പോൾ ലെയറിൽ തന്നെ 100 സമചതുര കട്ടകളാണ് കിടക്കുന്നത്. 10 × 10 100, ഒരു അടിയിലുള്ള ഒരു ലെയറിൽ തന്നെ 100 എണ്ണം. അങ്ങനെ 10 എണ്ണം അട്ടിക്കട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ചൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ഈ 100 × 10 ടോട്ടൽ 1000 സമചതുരക്കട്ടകൾ, കുഞ്ഞിക്കട്ടകളുണ്ട്. ഇങ്ങനെ 1000 എണ്ണം കൂടുമ്പോഴാണ് അതിനെ നമ്മൾ 1 ലിറ്റർ എന്ന് പറയാം. ശരിക്കും 1000 ഐസ് ക്രിസ്റ്റലായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഭയങ്കര രസമല്ല. ഐസ് ക്രിസ്റ്റൽ, ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ടാക്കിയിട്ട് 1000 എണ്ണം അറ്റിക്ക് വെച്ച് അത് ഉരുക്കി കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലാക്കി കഴിഞ്ഞാൽ ആ അളവിനെ 1 ലിറ്റർ എന്ന് പറയും. ഇതിവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 1 ലിറ്ററിൻ്റെ കറക്റ്റ് പാത്രമാണിത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വരാം. അത് വോള്യത്തിലേക്ക് നമ്മൾ പോയിരുന്നത് അതിന് വോള്യം എന്നാണ് പറയുന്നത്. ക്യൂബ്സിൻ്റെ എണ്ണമാണ് വോള്യം. അത് നമുക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ഒരു കേസ് ആയിട്ടാണ്. ഇത് നമ്മൾ ഏരിയ എന്നുള്ള സാധനമാണ് ശരിക്കും. ക്യൂബ്സിന് 3 ഡയമെൻഷൻ ഉണ്ട്. എന്നാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഏരിയയിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കി ഈ ചുമരിൽ ഒരുപാട് കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു. അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഉള്ള ഒരുപാട് കട്ടകൾ, ചെറിയ ഇത് നീളമുണ്ട്, ഇത് വീതിയാണ്. ഇതുപോലുള്ള കട്ടകളാണ് ചുമര് മുകളിൽ വരെ ഉള്ളത് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ എണ്ണം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണം നോക്കിയിട്ട് അത്രയും എണ്ണം ഉണ്ട് നമുക്ക് പറയാം, അത്രയും കട്ടകൾ എന്നാണ് നമുക്ക് പറയേണ്ടത്. അതേ സമയത്ത് ഇതിൻ്റെ നമ്മളെ ഏരിയൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പോരാ, സമചതുരങ്ങളാണ്. അത് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഇതൊക്കെ സമചതുരങ്ങളുടെ കറക്റ്റ് സ്ക്വയേഴ്സാണ്. അപ്പോൾ എത്ര സ്ക്വയർ എന്ന് കറക്റ്റ് എണ്ണി നോക്കിയാൽ എവിടെ നമുക്ക് ബോർഡർ ഇട്ടാലും അതിൻ്റെ ഏരിയ വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് അത് കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനൊരു ഉപകരണം കാണിക്കുക. മുമ്പ് കാലത്തുള്ള ജിയോ ബോർഡ് എന്ന് പറയുന്നൊരു സാധനമാണിത്. ഒരു പലകൻ്റെ പുറത്ത് ആണി അടിച്ചിട്ട് പ്രത്യേക ഡിസ്റ്റൻസിൽ, കറക്റ്റ് ഡിസ്റ്റൻസിൽ ആണി അടിച്ചിട്ട് ഒരുപാട് ജോമെട്രിയിൽ ഒരുപാട് സംഗതികൾ ചെയ്യാൻ പറ്റി. ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊരുപാട് പ്രസക്തി ഉണ്ട്. കാരണം നമ്മൾ മാത്തമാറ്റിക്സിലെ ഒട്ടുമിക്ക പ്രോബ്ലംസ് വരെ ഇപ്പോൾ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത്ര 2 ടാപ്പ് ഉണ്ട്, അതൊന്ന് തുറന്നിട്ടാൽ 10 മിനിറ്റ് കൊണ്ടെന്ന് അറിയും, രണ്ടാമത്തെ തുറന്നിട്ടാൽ 15 മിനിറ്റ് കൊണ്ടെന്ന് അറിയും, രണ്ടും ഒരുമിച്ച് തുറന്നിട്ടാൽ എത്ര മിനിറ്റ് കൊണ്ടെന്ന് അറിയുന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ 2 നൂല് അങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടാൽ കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഈ 9th നമുക്ക് പഠിക്കാണ്ട് അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഭയങ്കര രസമാണ്. ആലോചിക്കുക, നിങ്ങളെ വീട്ടിൽ ടൈൽ പണി നടക്കുന്നുണ്ട്, തറയിൽ ടൈലിടാണ് അല്ലെങ്കിൽ മാർബിൾ ഇടാണ്. അപ്പോൾ നിങ്ങളോട് ഒരു പണിക്കാരനെ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് എന്തായാലും 10 ദിവസം പിടിക്കും, പണി എന്തായാലും 10 ദിവസം ഉണ്ടാവുന്നതാണ്. വേറെ ഒരുത്തനെ വിളിച്ച് പോകാൻ പറഞ്ഞു 15 ദിവസം പിടിക്കും, കുറച്ച് സ്ലോ ആണ്, 15 ദിവസം പണി ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ ഈ മുതലാളി ആലോചിച്ച് എന്താ പറയുക, വീട്ടുകാരനെ ആലോചിച്ച് രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചാൽ എത്ര ദിവസം കൊണ്ട് പണി തീരുമെന്നാണ് പ്രശ്നം. അതിന് ഈ ജോമെട്രി വെച്ചിട്ട് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 10 എന്നുള്ള ഈ ഓർഡർ 20 30 40 50 എന്നുള്ള ബേസിക് നമ്പറിനെ കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെ വൻകിട ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റിയ രസകരമായൊരു സാധനമാണിത്. ജിയോ ബോർഡ് എന്ന് അതിന് പറയല്. ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഏരിയയുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയുമ്പോൾ ഇവിടെ ഒരു സമചതുരുണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ക്വയേഴ്സ് കൂടി ചേർന്നതാണിത്. അപ്പോൾ ഇതും അതുപോലെ നൂലൊക്കെ വെച്ചിട്ടും അതേപോലെ നമുക്ക് ആണി വെച്ചിട്ടും ആണിയല്ല മറ്റേ റബ്ബർ ബാൻഡ് വെച്ചിട്ടൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ക്വയേഴ്സിൻ്റെ എണ്ണം പെട്ടെന്ന് എണ്ണിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒക്കെ എങ്ങനെയാണ് കയറി വരുന്നതെന്നും ഹാഫായി മാറുന്നത് എങ്ങനെയൊക്കെ എന്നുള്ളതാണ് അടുത്ത നമ്മളെ മുന്നിലെ പ്രശ്നം. അതിലേക്ക് കയറി വരുമ്പോഴാണ് ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഏതൊരു ട്രയാങ്കിളും ആക്ച്വലി ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡബിളാണ് ശരിക്കും. ഏതൊരു ത്രികോണവും ഒരു ചതുരത്തിൻ്റെ ഇരട്ടിയാണ്. അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണ്. ഏതൊരു ട്രയാങ്കിളും ഒരു ചതുരത്തിൻ്റെ ഹാഫാണെന്ന് നമുക്ക് പറയാം. അതാണ് ഹാഫ് BH, ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള കൺസെപ്റ്റ്. നമുക്ക് ചാർട്ട് വെച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ അത്തരം ഒരു പ്രോബ്ലമാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള റെക്റ്റാങ്കിൾ ഇതൊരു ആലോചിക്കും. ഇതൊന്ന് ട്രയാങ്കിൾ കറക്റ്റ് ഒരു ട്രയാങ്കിളിനെ ഹാഫ് കറക്റ്റായിട്ട് പീസ് അടുക്കി വെച്ചാണിത്. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് നോക്കിയാട്ടെ, ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ വരാൻ പോവാണേ. ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ അങ്ങോട്ട് നിവർത്തി വെച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിവർത്തി വെച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിവർത്തി വെച്ചു. ഈ ഒരു ട്രയാങ്കിളിനെയാണ് കറക്റ്റായിട്ട് നമ്മൾ റെക്റ്റാങ്കിളാക്കി മാറ്റി. കറക്റ്റ് ഏരിയയാണ്. എന്താ ശരിക്കും പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്നാണ് ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഡബിള് എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രയാങ്കിളും ഇതിൻ്റെ ചതുരത്തിൻ്റെ ഹാഫാണെന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു ട്രയാങ്കിളും സൃഷ്ടിക്കപ്പെടുന്നത് 2 ചതുരങ്ങൾ ചേർന്നിട്ടാന്നുള്ള ഒരു രസകരമായൊരു ആശയം കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഇവിടെ നോക്കി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മറ്റൊരു വശം കാണിച്ചു തരാം. ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ നിങ്ങൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ മനസ്സിൽ കരുതുക, ഇമാജിനറി ലൈൻ. ഇവിടെ നിന്ന് ആലോചിക്കും, ഇവിടെ നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇമാജിനറി ട്രയാങ്കിൾ ഉണ്ട്. അതേ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിളാണ് ഇവിടെ. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബാക്കിയുള്ള ഇങ്ങോട്ട് ഇതിലും ഇങ്ങനെ റെക്റ്റാങ്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ ആയിരിക്കണം ഇങ്ങനെ ഉണ്ടാവും അത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ നിന്നുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിലെ ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആകുന്ന ബേസ് ഇൻറ്റു ഹൈറ്റിൻ്റെ ഹാഫാണ്.
നേർപകുതിയാണ്. ഏത് ട്രയാങ്കിളും അങ്ങനെയുള്ളത് ശരിക്കും ബേസ് ഇൻറ്റു ഹൈറ്റിൻ്റെ ഹാഫാണ്. അതാണ് ഹാഫ് BH എന്നുള്ള ഒരു കോൺസെപ്റ്റ് അങ്ങനെ വന്നാണ് ശരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ രസകരമായ ഒരുപാട് കാര്യം ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ട്രയാങ്കിളിലെ ആംഗിൾസ് 180, ടോട്ടൽ ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണല്ലോ. നോക്കിയിട്ട് ഈ ആംഗിൾ ഞാനൊരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു, മറ്റേ രണ്ടാമത്തെ സൈഡിലെ ആംഗിളും നമ്മൾ വെർട്ടെക്സിൽ ആംഗിൾ കൊണ്ടുവന്നു, ഇങ്ങോട്ട് മൂന്നാമത്തെ വെർട്ടെക്സിൽ ആംഗിൾ കൊണ്ടുവന്നു, മൂന്നും അടുപ്പിച്ച് വെച്ചപ്പോൾ രസകരമായ ഒരു സെമി സർക്കിൾ കിട്ടി. 180 ഡിഗ്രി എന്നുള്ള നമുക്കറിയണ കാര്യമാണ്.